ലേഖൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നും കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു കുഴിയാണ് വറ്റിച്ച് പിടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വേറെ കുഴിയാണ്. അപ്പോൾ വെള്ളം മോട്ടർ ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വറ്റിച്ചത് കാണിച്ചു തരാം. കുഴി പാടത്തിന് നടക്കുള്ള കുഴിയാണ്. അപ്പോൾ കാണിച്ചു തരാം എത്രത്തോളം മീൻ കിട്ടും നമുക്ക് നോക്കാം. വറ്റലുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ചെറിയ കുഴി അത്യാവശ്യം ചേർന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വറ്റലുമായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക് എത്രത്തോളം മീൻ കിട്ടും നമുക്ക് നോക്കാം. ചെറിയൊരു കുഴി വറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വെച്ചിതാ കണ്ടത്തിൽ നിന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടത്തിലുള്ള വെള്ളമൊക്കെ തീർക്കണം, എന്നാലേ ഒരു കൂട്ടാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ വെള്ളമൊക്കെ ചെറിയ കുഴി വറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീനുണ്ട്, അത്യാവശ്യം ചൊടിയനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാ നേരേക്ക് മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വറ്റിയിട്ട് നമുക്ക് കാണാം. ഏകദേശം ഒരു മണിക്കൂറും കൂടി വറ്റിയ കഴിയും. അത്രയ്ക്കുള്ള വെള്ളമുള്ളൂ, ഒരുപാടൊന്നുമില്ല. പക്ഷേ ചേറ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ വറ്റും. വറ്റിയാൽ നമ്മൾ ഇറങ്ങണതായിരിക്കും മീൻ പിടുത്തം. അപ്പോൾ നമുക്ക് മീനത്ര അറിയില്ല. അത്യാവശ്യം ഉണ്ട്, ചൊടിയനൊക്കെ അത്യാവശ്യം നമ്മൾ മേലെ വരുന്ന കാണുന്നതാണ്. അപ്പോൾ എത്രത്തോളം മീൻ കിട്ടുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് നോക്കാം. മീൻപിടുത്തം കാണാതെ കുട്ടിപ്പട്ടാളങ്ങൾ എത്തിയിട്ടുണ്ട്. ഉള്ള ചെറിയ മീനിനെ കണ്ടിട്ട് പിടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത്. അതായത് കുട്ടിപ്പട്ടാളങ്ങൾ എത്തിയിട്ടുണ്ട്. ചെറിയ മീൻ കണ്ടിട്ട് ഇറങ്ങിയിരിക്കണം. കുട്ടി എന്ന് പറയുന്ന മീൻ. കുട്ടിപ്പട്ടങ്ങളൊക്കെ മീൻപിടുത്തം കാണാൻ വേണ്ടി വന്നിരിക്കണം. ഒക്കെ വെക്കേഷനല്ലേ, അത് കാരണം മീൻപിടുത്തം കാണാൻ വേണ്ടി വന്നിരിക്കണം. ചമ്മലായിട്ടാണ്, വീഡിയോയിൽ ചമ്മലായിട്ടാണ്.
നാടൻ വരാൻ കിടക്കാച്ച് വരല്ലേ. ഹലോ ഞാൻ രമേശാക്കാണേ. രമേശാക്കാണ് രമേശാക്കൻ അടിപൊളി അടിപൊളി ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ദിലീപ് പറഞ്ഞ ഇങ്ങോട്ട് കയറിയിരിക്കാൻ കേട്ടോ. മീന് അങ്ങോട്ടില്ല, ആ മോളിൽ തന്നെ കയറി നിൽക്കുള്ളൂ. ഇങ്ങോട്ട് വാ പോയി. ഇപ്പൊ കണ്ടല്ലേ, രണ്ടാളും കണ്ടല്ലേ. ഇങ്ങോട്ട് വാ. ഇടുപ്പിന്റെ അത്ര വെള്ളമാടാ. നമ്മൾ തവിടുത്തോട്ട് താഴെ പോകും. നോക്കി പൊള്ളം മുന്നേ അപ്പുറത്ത് ഈ ബോട്ടിലിന്റെ ഫ്രണ്ടിൽ വെക്കിട്ടാ. അല്ല, ഈ ബോട്ടിലിന്റെ ഫ്രണ്ടിൽ ഇങ്ങോട്ട് വാ. ഇവിടെ അല്ലേ ഇങ്ങോട്ട് അല്ല, അങ്ങോട്ട് എറിഞ്ഞോ പൽക്കറി. അതന്നെ അതന്നെ അവിടെ തന്നെ ആളെക്കട്ടാ. അവിടെ തന്നെ ഞാൻ ഇവിടുത്തെ കണ്ടു. ഇങ്ങനെ കലക്കി പിടിയട്ടാ. അങ്ങനെ ഇളക്കുമ്പോഴേ അത് പതുക്കെ മോളിക്ക് വരുന്നുള്ളൂ. അങ്ങനെ മേൽക്കൂടെ വരുന്നത്. വരികയാണ് പറയാ. ഞാൻ മീന് കാണില്ല വിചാരിച്ചു, തടയില്ലല്ലോ വിചാരിച്ചത്. അപ്പൊ വന്നാൽ നല്ല നല്ല കൊഞ്ചിലുണ്ട് അടിയിൽ. നമ്മ ഇവിടെ കാണുമ്പോഴേക്ക് അപ്പുറത്തെത്തും. അപ്പുറത്തെത്തും. ഇത്ര പോയി വലുതരാണ്. പോയി കുഴി പോലെ ആയിരിക്കുന്നത്. ഇതാ ഈ ഫ്രണ്ടിൽ, ഇയാളുടെ ഫ്രണ്ടിൽ മണ്ട കാണുമ്പോ പറയണ്ടേ. അതായത് ഇങ്ങനെ കറങ്ങി വന്നത്. ഇത് മണ്ട, മറ്റേ മണ്ട. മണ്ട കണ്ടു മാറി എന്റെ കയ്യിൽ തടയില്ലല്ലോ. ഞാൻ ആലോചിക്കും അങ്ങനെ രണ്ടാളേലും ഒന്നുമില്ലല്ലോ തടയില്ല. ഞാൻ പറ്റാ ചെറിയതല്ലേ അറിയില്ല. എല്ലാ വിചാരിച്ചാൽ നമുക്ക് ഒരു ചെക്കൻ പേരാണ്. ഇളക്കി വിട്ട അതാണ് സംഭവം. ഇത് അതുപോലെ ഇടായിരുന്നില്ലേ? അല്ല അത് ഇടാൻ നോക്കില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഇട്ടുകൊണ്ട് വെള്ളത്തിൽ തന്നെ കൊണ്ടുണ്ടോ. ഇനിയും മറിയുമ്പോഴാണ് തങ്ങൾ പോകുന്നത്. എടുക്കണം. നീ വീഡിയോ എടുത്ത് വെക്കാൻ സാധനം പോകും.
ഞങ്ങളുടെ കൈയും കാലും പൊന്തിക്കാൻ വേറെ ആൾക്കാർ വേണം, പിടിച്ചാൽ അതുകൊണ്ട് കളയണ്ട. അച്ഛറങ്ങി പിടിച്ചു. വരുമ്പോ അവിടെ കിടക്കും നോക്ക്. അതാ ഞാൻ എത്ര സാധനം നോക്കും, നല്ല സാധനം കിടക്കണം. അങ്ങോട്ട് പോകണ്ട, കുപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോട്ട് കൊടുക്കുക. അതിന് വലിയൊരു തവള പിടിച്ചു ഇടാൻ പറയണോ? എന്ത് ചെയ്യാ? കുപ്പിച്ചിൽ കാലി കെട്ടിയില്ലേ? വറ്റിലെടുക്കാൻ പോകണ്ട. മീനില്ലാണ്ട് വറ്റിലെടുക്കാൻ പോകണ്ട. വെറുതെ ചാടണ വേണ്ട, വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. മീനില്ലാണ്ട് വറ്റിലെടുക്കാന് അത് കൊടുത്തിട്ട് തരുമോ? മീൻ പിടുത്തമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, തൊടിയിലാണ് കിട്ടിയതൊക്കെ നാടൻ വരാലാണ്, അടിപൊളി മീനുകളാണ്. നമുക്ക് കാണിച്ചത് ലാസ്റ്റ് ഇതാ നമ്മൾ കഴുകിയിട്ടില്ല, ചേർന്നതാ നല്ല ചന്തോണ്ട് നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം എത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കിട്ടിയിട്ട് ഒന്നും കുഴപ്പമില്ല, നോക്കാം നമുക്ക് മീൻ എത്ര കിട്ടും. എത്രത്തോളം മീൻ കിട്ടി നമുക്ക് നോക്കാട്ടതാ. മീൻ കിട്ടിയിട്ട് കാണിച്ചു അടുത്ത് വാ, ഇന്നലെ കാണാൻ രസമുണ്ടാവും. ഈ അടിപൊളിതാ, അടിപൊളി നാടൻ വരാല് പറഞ്ഞ തൊടി, അടിപൊളി സാധനം, കുട്ടിക്ക സാധനം, അടിപൊളി കുഴപ്പമില്ല, എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ്. അടിപൊളി കുഴപ്പമില്ല നല്ലതാ, ഫ്രഷ് പറഞ്ഞ അടിപൊളി സാധനം, കിടക്കാച്ചി അടിപൊളിതാ, നല്ല സാധനം, അടിപൊളി ഒന്നും പറയാനില്ല, ഒക്കെ അടിപൊളി നാടൻ വരാലുകളാണ്. അടിപൊളി സൂപ്പർ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വീഡിയോ. വന്നിട്ട് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അടിപൊളി കുളിയില്ലേ, അടിപൊളി. കഴിഞ്ഞു തോന്നുന്നു അല്ലേ? കഴിഞ്ഞു